32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം അലർജി വന്നിട്ട് ഈ ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്റർ എങ്ങനെയായാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ആ പെട്രോൾ വീണ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ കളഞ്ഞില്ലെങ്കിൽ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങും. അങ്ങനെ കൈയുടെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അതിന് മെഡിസിൻ ചെയ്തു, പക്ഷേ ഗ്ലൗസ് ഇട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പെട്രോൾ യൂസ് ചെയ്യുന്നതിലും മെത്തനോട് ഇപ്പോൾ കലർന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വണ്ടികൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? കേടുപാടുകളുണ്ട് പഴയതിനെക്കാട്ടിലും? വണ്ടി ഓടുന്ന വഴി ഓഫ് ആയിക്കൊണ്ടിരിക്കുക, ക്ലച്ച് പിടിച്ച് ഓഫ് ആയി പോകണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പെട്രോളാണല്ലോ വരുന്നത്, അപ്പോൾ അത് ഉപയോഗിക്കുന്ന നമ്മുടെ പെട്രോളിലും കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ടോ? ഇതിന് മൈലേജ് കുറവായിരുന്നു. ഇതിപ്പോൾ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് 16 മൈലേജിന് മുകളിൽ കിട്ടുന്നുണ്ട്. മറ്റേ 11 ഉള്ളായിരുന്നു. കൂടുതലുണ്ടോ? അല്ല, ഇതിൽ ഇപ്പോൾ 100 അടിച്ചപ്പം സ്പീഡ് 100. അതിനുശേഷം ഞാനിപ്പം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ അടിക്കാറുള്ളൂ. ആണല്ലേ? വില കൂടുതലാണ്. നമ്മളിപ്പം 5 കിലോമീറ്റർ ഓളം വ്യത്യാസവും കാണിക്കുന്നുണ്ട്. വണ്ടിക്ക് കംപ്ലൈൻറ്റ് പോകും എത്തനോളുള്ളത്. എന്തെങ്കിലും വണ്ടിക്ക് ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങുന്നുണ്ടോ? മൈലേജ് കുറവ് പതുക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോഴേ. അല്ല, അപ്പോൾ ഇത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു സാധനം ഉണ്ടല്ലോ, കാരണം 20% പെട്രോളിനൊപ്പം എത്തനോൾ വരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും? അതെ, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ടികൾക്ക് അവർ സ്പെസിഫിക്കേഷൻ മാറ്റണം. അതൊന്നും ഇനിയിപ്പോൾ ഈ ഫ്യൂച്ചറിലൊന്നും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി തന്നെ വരും. വണ്ടിക്ക് പണികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്? പണികളായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല, മൈലേജ് ഇഷ്യൂസ് ഉള്ളതായിട്ട് ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഒത്തിരി പറയാനുണ്ട്. 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ എല്ലാവരും വളരെ സങ്കടത്തിലാണ്. കാരണം നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വലിയ സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം അലർജി വന്നിട്ട് ഈ ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്റർ എങ്ങനെയായാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്ത് ആ പെട്രോൾ വീണ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ കളഞ്ഞില്ലെങ്കിൽ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങും. അങ്ങനെ കൈയുടെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അതിന് മെഡിസിൻ ചെയ്തു, പക്ഷേ ഗ്ലൗസ് ഇട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്. അതുകൊണ്ട് ഈ E20 പെട്രോളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ശരീരത്തിന് പോലും നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വിഷമം തോന്നുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഈ മെക്കാനിക്കൽ മേഖലയിൽ ആർക്കും തന്നെ ഒരു തൃപ്തിയോടുകൂടെ ഒരു വണ്ടി പണിത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ്. പണി വരുന്നുണ്ടോ? ഒത്തിരി വർക്കുണ്ട്. എനിക്കറിയാവുന്ന ഒരു സങ്കടം വന്ന ഒരു സംഭവം, ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ട് പോകുന്ന അദ്ദേഹത്തിന് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കോഴിക്കോട് കോടതിയിലേക്ക് പോകേണ്ടതായിരുന്നു. ആലുവയിൽ വെച്ച് വണ്ടി നിന്നുപോയി. ആ സമയത്ത് സംഭവിച്ചത് അവിടെ വെച്ചൊരു ഗ്യാരേജിൽ കയറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അടിച്ച പെട്രോളിൽ പകുതിയോളം വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ പോലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ജെന്യുവനായിട്ട് പറയണേ, ആരുടെ മുൻപിൽ വേണമെങ്കിലും പറയാം. വളരെ സങ്കടമുണ്ട്. ഈ ഒരു കാര്യത്തിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് തിരിച്ച് ആരാണോ ഭരിക്കുന്നത് അവർക്കുണ്ടാവും. ഇത് അടിച്ചേൽപ്പിച്ച പോലെ ഒരു തീരുമാനം? തീർച്ചയായിട്ടും ഇതൊരിക്കലും ഗുണത്തെക്കാളേറെ ദോഷമാണ്. രാജ്യനന്മയ്ക്കെന്ന് കരുതിയാണ് എല്ലാവരും ക്ഷമിച്ചത്. പക്ഷേ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ദ്രോഹമാവുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രാജ്യനന്മയായിട്ട് മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒരു പുനർവിചിന്തനം ഗവൺമെൻറ് നടത്തണം എന്നാണ് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പറയുന്നുണ്ട്, അതിൻ്റെ കറക്റ്റുള്ള കാര്യമൊന്നും അറിയില്ല. എനിക്ക് അറിയില്ല, പൊട്ടേന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പണി വരുന്നോ? ഇതുവരെ ഒന്നുമില്ല. മൈലേജ് ഇച്ചിരി മൈലേജ് കുറവാണ്. 40-20% ഇതെന്ന് പറയുമ്പോൾ എത്തനോൾ എന്ന് പറയുമ്പോൾ അത് അടിച്ചേൽപ്പിച്ചൊരു തീരുമാനം അങ്ങനെ അതില്ല. അങ്ങനെ നമുക്കൊന്നും അത് തരണതല്ലേ, നമുക്ക് വാങ്ങിക്കാനല്ലേ പറ്റില്ല. നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റാം? അതിന് പ്രതികരിക്കാനായിട്ട് നമ്മളോട് പറ്റില്ല. അത് മുകളിലോട് നോക്കണം. മിക്സ് ചെയ്ത പെട്രോളാണല്ലോ വരുന്നത് E20 എന്ന് പറഞ്ഞിട്ട്. നമ്മൾക്ക് അതെങ്ങനെ ബാധിക്കുന്നുണ്ടോ? അതോ പെട്രോളിന് വണ്ടിക്ക് എന്തെങ്കിലും പണികളോ? ഇപ്പോൾ ഞാനിപ്പോൾ ഡീസലാണ് അടിക്കുന്നതിനകത്ത്. ഇപ്പം നിലവിൽ ഇത് പുതിയ വണ്ടി കാരണം വലിയ പണിയൊന്നും കാണിക്കണില്ല. പക്ഷെ പറയാൻ പറ്റൂല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ പണി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പഴയ ഇപ്പോൾ ഈ ചില പമ്പുകൾക്കൊക്കെ ചെന്നുകൊണ്ട് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. ചില പമ്പുകൾ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ്
പ്രവർത്തിക്കുന്നത്. ചില പമ്പുകൾ പല ഉടായ്പും കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാണ്? വണ്ടിക്ക് E20 പെട്രോളിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് കുറച്ച് റീൽസും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് ഹാനികരമാണ് അത് യൂസ് ചെയ്യുന്നത്. എൻ്റെ വണ്ടിക്ക് കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. മൈലേജ് കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? മൈലേജ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അല്ലേ? കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിയോയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഒരു അടിച്ചേൽപ്പിച്ച തീരുമാനം പോലെ തോന്നുന്നുണ്ടോ? ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ളൊരിത് പറയാനായിട്ട് ഞാൻ ആളല്ല. കാരണം ഞാനൊരു വണ്ടി അത്ര കാര്യമായിട്ട് നോക്കുന്നതൊന്നുമില്ല. റഫ് യൂസാണ് കംപ്ലീറ്റ്. കാര്യമായിട്ടൊന്നും നോക്കാറില്ല. എന്നാലും ഡിയോ പുതിയ വണ്ടിയാണ്, അതിൽ ചെറുതായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇല്ല ഇല്ല, നമുക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നമില്ല. അല്ല, ഒരു 20% എത്തനോൾ മിക്സ് ചെയ്ത് വരിക. അതെ, അത് വരുന്നുണ്ട്. പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഫെയിൽ ചെയ്തിട്ടില്ല. അല്ല, അതായത് അടിച്ചേൽപ്പിക്കുന്നത് ഇല്ല 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 ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അടിച്ചിട്ട് പോകാമല്ലോ. പിന്നെ ഫുള്ളായിട്ടുള്ള E20 അല്ലാത്ത ചില പമ്പുകളിലുണ്ട്, ചില പമ്പുകളിൽ. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വലിയ ഓടുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, വണ്ടിക്കും പ്രശ്നമില്ല. പിന്നെ എത്തനോൾ മിക്സ് പെട്രോൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താ ഉപയോഗിക്കുന്നത് നമ്മൾ അത് തന്നെയാണോ? ഇല്ല, ഞാനിവിടെ നിന്ന് അടിക്കാതൊക്കെ അടിക്കാറുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. സാധാരണ എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല.